കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഇതിന്റെ ബാക്കിയുള്ള റിയലിസ്റ്റിക് സെറ്റിംഗ്സ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. റിയൽ എസ്റ്റേറ്റ് സെലക്ട് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് പലതരത്തിലുള്ള HDRI മാപ്പുകൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഡേ നൈറ്റ് മോഡ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഹെഡിങ് അനുസരിച്ച് ബാക്കിലുള്ള സ്കൈയുടെ ചേഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കും. ബാക്കിൽ ഷാഡോസ്, പൊസിഷൻസ്, എവിടേക്കാണ് നിഴലടിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടും. സോ അതിനകത്ത് എത്രത്തോളം പെർഫെക്ഷൻ വേണമെന്നുള്ളതൊക്കെ ഹെഡിങ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഇവിടെ കൊടുക്കാം. സോ ഒരുവിധ ഷാഡോസ് നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് ഭംഗിയായിരിക്കും. ഇതിനകത്ത് നമുക്ക് ബ്രൈറ്റ്നസ്, ഫ്ലിപ്പ് സ്കൈ തുടങ്ങി പല മെത്തേഡ്സ് ഇതിനകത്തുണ്ട്. കണ്ടോ, ഹെഡിങ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഷെയ്ഡിങ് എല്ലാം മാറി കിട്ടി. സോ എത്രത്തോളം ഷെയ്ഡിങ് അവിടെ വേണം, ഷാഡോ എത്ര വേണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. എനിക്ക് ഇങ്ങനെ ഒരു ഷെയ്ഡിങ് ഭയങ്കര ഇഷ്ടമായി. സോ ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. സോ അതിൻ്റെ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് നമുക്കത് അപ്ഡേറ്റ് ചെയ്ത് കാണാം. ഉണ്ടാവും നമുക്ക് ഷെയ്ഡിങ്ങും ഷാഡോസും ലൈറ്റും എൻവയോൺമെന്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് റെഡി ആവുന്നതാണ്. ഇത് ബാക്കിലുള്ള ട്രീസ് ഒന്നും പ്രോപ്പർ അല്ല, ഒന്നുകൂടി റെഡിയാക്കി സൈറ്റ് ഒക്കെ കൊടുത്ത് ഒന്ന് കവർ ചെയ്തെടുക്കണം. സോ ഈ ഭാഗം മാത്രം ഹൈലൈറ്റ് ചെയ്തെടുക്കാം. ഇത് ട്രീസ് ഒന്നും അധികം കാണുന്നില്ല. സോ ഇവിടെ നിന്നുള്ള വ്യൂ കൊടുക്കുകയാണെങ്കിൽ ട്രീസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്നുകൂടി ഒറിജിനാലിറ്റി നമുക്ക് അതുപോലെ കിട്ടും. ഇതിൻ്റെയൊക്കെ കോപ്പി കുറച്ചൊക്കെ ഇട്ട് കുറച്ച് കല്ലും കാര്യങ്ങളും അതുപോലെ ഓൾഡ് ട്രീസ് കാര്യങ്ങൾ കട്ട്സ് അതൊക്കെ കൊടുക്കുവാണെങ്കിൽ ഒറിജിനാലിറ്റി ഒന്നുകൂടി കിട്ടും. അതുപോലെ കാറുകൾ, ആൾക്കാർ ഇതൊക്കെ കൊടുക്കുവാണെങ്കിൽ ഒറിജിനാലിറ്റിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഡീറ്റെയിലിംഗ് എത്രത്തോളം കൊടുക്കുന്നു, ഗ്രാസ്, പ്ലാന്റ്സ് അത് കൊടുക്കുവാണെങ്കിൽ ഒറിജിനാലിറ്റി പിന്നെ നമുക്ക് ഹൈലൈറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഷാർപ്നെസ് കൂട്ടണമെങ്കിൽ കുറച്ചുകൂടി ഷാർപ്നെസ് കൊടുക്കാം. പിന്നെ എക്സ്പോഷർ നമുക്ക് ചെറിയ രീതിയിൽ എക്സ്പോഷർ കൊടുത്തു കഴിഞ്ഞാൽ റീഡിങ് കറക്റ്റ് ആയിട്ട് കിട്ടും. കളേഴ്സ് ഈവനിങ് വേണമെങ്കിൽ കുറച്ച് കറക്കുകയും കൂട്ടുകയും ചെയ്ത് ഈവനിങ് കിട്ടും. അല്ലെങ്കിൽ കുറച്ച് കൊടുത്താൽ ബ്ലൂ ആ ടിൻറ്റിലേക്ക് നമുക്ക് കിട്ടും. റിഫ്ലക്ഷൻസ് ഇതിനകത്ത് എവിടേക്കാണ് റിഫ്ലക്ഷൻ വേണ്ടത്, ഹൈ റിഫ്ലക്ഷൻ വേണമെങ്കിൽ ഹൈ കൊടുക്കാം. ഇത് എവിടേക്കാണ് പർട്ടിക്കുലർലി അഡീഷണൽ റിഫ്ലക്ഷൻ വേണം നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടാം. ഇതുപോലെ നമുക്ക് ഇവിടെ ആഡ് പോയിന്റ്സ് ഉണ്ട്. ആഡ് പ്ലെയിൻ കൊടുത്തിട്ടുണ്ടോ, ഇവിടെ നമുക്ക് റിഫ്ലക്ഷൻ വേണം. സോ ആഡ് പ്ലെയിൻ നമുക്ക് ഇവിടെ ടിക്കായി. രണ്ടാമത് വരുന്ന ആഡ് പോയിന്റ് കൊടുത്തതിന് ശേഷം റിഫ്ലക്ഷൻ എഡിറ്റ് കൊടുക്കാം. ഇത് ആഡ് പ്ലെയിൻ കൊടുത്തിട്ട് ബാക്കി കാറിന്റെ അവിടെ റിഫ്ലക്ഷൻ വേണം. മൂന്നാമത് ഇവിടെ ഒരു റിഫ്ലക്ഷൻ ഏരിയ വേണം. നാലാമത് ഇവിടെ റിഫ്ലക്ഷൻ ഏരിയ വേണം. നമുക്ക് എവിടെയാണ് റിഫ്ലക്ഷൻ അഡീഷണൽ വരുന്നത് അവിടെ വരുന്നുണ്ട്. നമുക്ക് അഡീഷണൽ ഇവിടെ വരുന്നുണ്ട് റിഫ്ലക്ഷൻ. സോ ഇത് അഡീഷണൽ സിസ്റ്റം പ്രോസസ്സിംഗ് കാൽക്കുലേറ്റ് ചെയ്യും. ബട്ട് ഒറിജിനാലിറ്റി നമുക്ക് എഫക്റ്റുകൾ നമുക്ക് ആഡ് ചെയ്യും. ഓക്കെ, എല്ലാം കിട്ടി. ഓക്കെ കൊടുക്കുക. സോ അവിടെയൊക്കെ റിഫ്ലക്ഷൻസ് നമുക്ക് അഡീഷണൽ എൻവയോൺമെന്റ്, സ്കൈ കാര്യങ്ങളൊക്കെ പോലെ തന്നെ നമുക്ക് ട്രീസ് ഒക്കെ ഉണ്ടാവും. ഇവിടെയൊക്കെ റിഫ്ലക്ഷൻസ് അപ്ഡേറ്റ് ആയി. ഇനി ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഹൈപ്പർ ലൈറ്റ് ഉണ്ട്. ചെറുതായിട്ട് സ്കൈഡ് എഫക്റ്റിൽ കുറച്ച് പവർ കൊടുക്കാൻ വേണ്ടി ഹൈപ്പർ ലൈറ്റ് കൊടുക്കാം. പിന്നെ അത് കൂടാതെ അഡീഷണൽ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. റിയലിസ്റ്റിക് കൊടുക്കുമ്പോൾ ഇതിനകത്ത് അല്ലാതെ എഫക്ട്സുകളുണ്ട്. എഫക്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ എഫക്ട്സുകൾ നമുക്ക് അഡീഷണൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതെന്താണ് 2 പോയിന്റ്, വാട്ടർ കളർ തുടങ്ങി എഫക്ട്സുകൾ നമുക്ക് അതിനകത്ത് കൊടുക്കാൻ പറ്റും. എഫക്ട്സ് ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് സണ്ണുണ്ട്, റിയൽ സ്കൈ ഉണ്ട്, ഫോട്ടോ മാച്ചിങ് 2 പോയിന്റ് നല്ലതാണ്. കാരണം നമുക്ക് ഇത് ഓണായി കൊടുത്തു കഴിഞ്ഞാൽ സിമെട്രിക്കലായിട്ട് നമ്മുടെ എക്സ്റ്റീരിയർ വരുമ്പോൾ നമുക്ക് 2 പോയിന്റ് ആംഗിളുകളെല്ലാം ആഡ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ വരുന്നതാണ് പെർസിപ്പേഷൻ. പെർസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ മഴ, ഫോഗുകളോ വെള്ളം വീഴുന്നൊരു എഫക്റ്റ് കിട്ടാനാണ്. പാർട്ടിക്കിൾ സൈസ് ഓഫ് ചെയ്ത വെള്ളത്തിന്റെ ഫീല് മൊത്തത്തിൽ ഓഫ് ആവും. സൈസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. വെള്ളം മാറി അതിനകത്തോളം ക്വാണ്ടിറ്റി വേണം വെള്ളത്തിന്, വേണ്ടധികം എന്ന് പറയുകയാണെങ്കിൽ കൂടെ കുറച്ച് കൊടുക്കുകയാണെങ്കിൽ നടക്കും. അങ്ങനെ ക്വാണ്ടിറ്റി അതുപോലെ ഫേസും കുറച്ച് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടാകും. എത്രത്തോളം വെള്ളം വേണം എന്നുള്ളത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം നനഞ്ഞിരിക്കുവാണ്, മഴ കഴിഞ്ഞ് മാറിക്കുവാണ്, വെള്ളം കയറി കിടക്കുവാണ്, ഫ്ലോറിലൊക്കെ അതിൻ്റെ റിഫ്ലക്ഷൻ കിട്ടും. സോ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളത്തിനോട് കൂടി തന്നെ ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാവും എന്നതിൻ്റെ റിസൾട്ട് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാറിന്റെ ലൈറ്റ് കത്തി കിടപ്പുണ്ട്. സോ ഇപ്പൊ തന്നെ നമുക്കൊരു ഏകദേശം നല്ലൊരു റിസൾട്ട് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. അത് നമ്മൾ ഡീറ്റെയിൽ എത്രത്തോളം കൊടുക്കുന്നു അത്ര ഒറിജിനാലിറ്റി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിനകത്ത് എടുത്തു പറയാവുന്ന പോയിന്റുകൾ. ഇതിനകത്ത് ഇനിയുണ്ട് പോയിന്റ്സുകൾ. കളർ കറക്ഷൻ, റിഫ്ലക്ഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഷാഡോസ്, നിഴല് കിടക്കുന്നെങ്കിൽ നിഴൽ കൊടുത്താൽ നോർമൽ കൊടുക്കുവാണെങ്കിൽ സോഫ്റ്റ് ഷാഡോസും ഫൈൻ ഡീറ്റെയിൽ ഷാഡോസും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ അതിന്റെ എഡ്ജ് നമുക്ക് സ്മൂത്ത് ആയിട്ട് നമുക്ക് ഷാഡോസിന് ഷാർപ്നെസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും.
ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് വരുന്നത്. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് റെൻഡർ ഔട്ട്പുട്ടിലാണ് നമുക്ക് പ്രൊജക്ഷൻ ഔട്ട്പുട്ട് നമുക്ക് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് ഇവിടെ ഡെസ്ക്ടോപ്പ് സൈസ് 720, 1080, 2K, 4K റെസൊല്യൂഷൻ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഡെസ്ക്ടോപ്പ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഡെസ്ക്ടോപ്പിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ഡി ഡ്രൈവിലേക്ക് നമുക്ക് റെൻഡർ ടെസ്റ്റ് ലൂമിയോ എന്ന് കൊടുത്തു. നമുക്ക് JPEG ഫയലോ ഏത് ടൈപ്പ് എക്സ്റ്റൻഷൻ വേണമെങ്കിൽ കൊടുക്കാം, സേവ് ചെയ്യാം, കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. സോ ഇത് നമ്മുടെ സിസ്റ്റത്തിന്റെ പെർഫോമൻസ് അനുസരിച്ചിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഔട്ട്പുട്ട് ചെയ്ത് വരുന്നതായിരിക്കും. ഈ സിസ്റ്റം കോൺഫിഗറേഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതനുസരിച്ച് നമുക്ക് റിസൾട്ട് കാണാൻ സാധിക്കും. അപ്പോൾ 1080p നമ്മൾ കൊടുത്തിരിക്കുന്നത്. എത്ര ടൈം എടുക്കും, അതിന്റെ സാമ്പിൾസ് എത്രയുണ്ട്, ഒരു 16 ഉള്ളൂ. സോ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് സിസ്റ്റത്തിന് കോൺഫിഗറേഷൻ പവർ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്കത് കിട്ടും. അതിന്റെ ഫയൽ നെയിം, സൈസ്, റെസൊല്യൂഷൻ, എത്ര ടൈം റിമൈനിങ്, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. വെയിറ്റ് ചെയ്യുക. അത് പ്രോസസ്സിംഗ് അതുപോലെ തന്നെ നമുക്ക് സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെ ഫൈനലിലേക്ക് ഔട്ട്പുട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. ഇതിനകത്ത് അധികം ഡീറ്റെയിൽസ് കൊടുത്തില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം ഇതിനകത്ത് തന്നെ കാണാൻ പറ്റും ഒരുവിധം ഔട്ട്പുട്ട് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, നമുക്ക് മൊത്തം 1 minute 17 seconds നമുക്ക് ടോട്ടൽ ടേക്ക് ചെയ്യും. 16 സാമ്പിൾസിൽ 7 സാമ്പിൾസ് കംപ്ലീറ്റ് ചെയ്തു. ടോട്ടൽ കംപ്ലീറ്റ് ചെയ്യുന്നതാവും. അത് ബാക്കിൽ ഫോഗ് എഫക്ട്സ് ഒക്കെ കാണാം. സോ അത് പെർസിപ്പേഷന്റെ വാട്ടർ എഫക്റ്റിനോട്, മഴയോട് ചേർന്ന് വരുന്ന ഒരു എഫക്റ്റ് ആണ് അതുകൊണ്ട് ഇട്ടിരിക്കുന്നത്. എങ്കിലും നമുക്ക് കുറച്ചും കൂടി വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആൾക്കാരെ പ്ലേസ് ചെയ്യാം, അതുപോലെ കാറുകൾ റോഡിൽ പ്ലേസ് ചെയ്യാം. കുറെ റോക്സ് നമ്മൾ കണ്ടില്ലേ, റോക്സ്, ട്രീസ്, പ്ലാന്റ്സ്, അതുപോലെ കുറെ അഡീഷണൽ ഒന്ന് പ്ലേസ് ചെയ്യുവാണെങ്കിൽ എത്രത്തോളം നമ്മൾ ഡീറ്റെയിൽ വർക്ക് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു, അത്രയും ഒറിജിനാലിറ്റി നമുക്ക് കാണാൻ സാധിക്കും. സോ നമ്മൾ എത്രത്തോളം എഫർട്ട് അതിനകത്ത് ഇടുന്നു, ഇത്ര റിസൾട്ട് നമുക്ക് ലോഗ് വേണ്ടി നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ മെറ്റീരിയൽ, അതുപോലെ സെറ്റിങ്സ്, അതുപോലെ റെൻഡറിങ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതോടെ നമ്മുടെ ഏകദേശം ക്ലാസ് അവസാനിക്കുകയാണ്. ഓക്കെ, ഇതാവും കംപ്ലീറ്റ് ആയി. ഓപ്പൺ ഫോൾഡർ എടുത്ത് നമുക്കത് ഔട്ട്പുട്ട് എടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം. ഇതല്ല, ഇതാണ് നമ്മുടെ ഫോട്ടോ. നമുക്കിത് ഫൈനലായി കഴിഞ്ഞു. അത്യാവശ്യം കൊള്ളാം. ഇത് ചെറിയ രീതിയിൽ എന്തെങ്കിലും കളർ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ, ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് ഫൈനലൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.